24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ ജന്മത്തെ പാപങ്ങളിൽ നിന്നും ഭാരരഹിതം ആകുന്നതിനായി ബാബയെ സത്യസത്യമായി കേൾപ്പിക്കൂ. കഴിഞ്ഞ ജന്മങ്ങളിലെ വികർമ്മങ്ങളെ യോഗാഗ്നിയിലൂടെ സമാപ്തമാക്കൂ. ചോദ്യം: ഈശ്വരീയ സേവകർ ആകുന്നതിനായി ഏതൊരു ചിന്ത ആവശ്യമാണ്? ഉത്തരം: നമുക്ക് ഓർമ്മയുടെ യാത്രയിലിരുന്ന് തീർച്ചയായും പാവനമാകണം. പാവനമാകുന്നതിൻ്റെ ചിന്ത വേണം. ഇത് തന്നെയാണ് മുഖ്യ സബ്ജക്റ്റ്. ഏത് കുട്ടികൾ പാവനമാകുന്നുവോ അവർക്ക് തന്നെയാണ് ബാബയുടെ സേവകർ ആകാൻ സാധിക്കുന്നത്. ബാബ ഒറ്റയ്ക്ക് എന്തു ചെയ്യുവാനാണ്? അതിനാൽ കുട്ടികൾ ശ്രീമത്തിലൂടെ തൻ്റെ തന്നെ യോഗബലത്തിലൂടെ വിശ്വത്തെ പാവനമാക്കി പാവന രാജധാനി ഉണ്ടാക്കണം. ആദ്യം സ്വയം തന്നെ പാവനമാക്കണം. ഓം ശാന്തി. ഇത് തീർച്ചയായും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ബാബയുടെ അടുക്കൽ പോകുന്നത് റിഫ്രഷ് ആകുന്നതിന് വേണ്ടിയാണ്. അവിടെ സെൻറ്റേഴ്സിൽ പോകുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ബാബ മധുബനിലുണ്ട്. ബാബയുടെ മുരളി നടക്കുന്നത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയാണ്. കുട്ടികൾ മനസ്സിലാക്കും, നമ്മൾ മധുബനിൽ മുരളി കേൾക്കുവാനായി പോകുന്നു. മുരളി എന്ന വാക്ക് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. മുരളി എന്നതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ മനസ്സിലായി കഴിഞ്ഞു. ബാബ മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങൾ ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. തീർച്ചയായും നമ്മൾ വളരെ അറിവില്ലാത്തവരായി മാറിയിരുന്നു. ഇങ്ങനെ ആരും സ്വയം തന്നെ മനസ്സിലാക്കുന്നില്ല. ഇവിടെ എപ്പോൾ വരുന്നോ അപ്പോൾ നിശ്ചയ ബുദ്ധിയാകുന്നു. തീർച്ചയായും നമ്മൾ വളരെ അറിവില്ലാത്തവരായി മാറിയിരുന്നു. നിങ്ങൾ സത്യയുഗത്തിൽ എത്ര വിവേകശാലിയും വിശ്വത്തിൻ്റെ അധികാരിയുമായിരുന്നു. ഏതെങ്കിലും വിഡ്ഢിക്ക് വിശ്വത്തിൻ്റെ അധികാരിയാകാൻ സാധിക്കില്ല. ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ഇത്രയും വിവേകശാലിയായിരുന്നു. അതിനാൽ ഭക്തിമാർഗത്തിൽ പൂജിക്കപ്പെടുന്നു. ജഡചിത്രത്തിന് എന്തെങ്കിലും സംസാരിക്കുവാൻ സാധിക്കില്ല. ശിവബാബയുടെ പൂജ ചെയ്യുന്നു. അതെന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ശിവബാബ ഒരേ ഒരു തവണ വന്ന് സംസാരിക്കുന്നു. പൂജ ചെയ്യുന്നവർക്കും അറിയില്ല. ഇത് ജ്ഞാനം കേൾപ്പിക്കുന്ന ബാബയാണ്. ശ്രീകൃഷ്ണനെക്കുറിച്ച് മനസ്സിലാക്കുന്നു, കൃഷ്ണൻ മുരളി ഊതി എന്ന്. കൃഷ്ണൻ്റെ പൂജ ചെയ്തിട്ടും കൃഷ്ണൻ്റെ ഓക്കുപ്പേഷനെക്കുറിച്ച് തീർത്തും അറിയുന്നില്ല. അപ്പോൾ ഈ പൂജയും മറ്റും നിഷ്ഫലമായി പോകും, ബാബ വരുന്നതുവരെയും. കുട്ടികളായ നിങ്ങളിൽ പലരും വേദശാസ്ത്രങ്ങളോ മറ്റോ പഠിച്ചിട്ടേയില്ല. ഇപ്പോൾ നിങ്ങളെ ഒരു സത്യമായ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും സത്യമായത് പഠിപ്പിക്കുന്നവൻ ഒരേ ഒരു ബാബയാണ്. ബാബയെ പറയുന്നത് തന്നെ സത്യം എന്നാണ്. നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെ സത്യമായ കഥ കേൾപ്പിക്കുന്നു. അർത്ഥം ശരിയാണ്. സത്യമായ ബാബ വരുന്നു. ഇപ്പോൾ നരനിൽ നിന്നും നാരായണൻ ആകേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും സത്യയുഗം സ്ഥാപിക്കുമല്ലോ. പഴയ ലോകമായ കലിയുഗമായിരിക്കില്ല ഉണ്ടാകുന്നത്. കഥ കേൾക്കുന്ന സമയത്ത് നമ്മൾ നരനിൽ നിന്നും നാരായണനാകും എന്നത് ആരുടെയും ബുദ്ധിയിലുണ്ടായിരിക്കില്ല. ഇപ്പോൾ നിങ്ങളെ നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെ രാജയോഗം പഠിപ്പിക്കുന്നു. ഇതും ഏതെങ്കിലും പുതിയ കാര്യമല്ല. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ വന്ന് മനസ്സിലാക്കിക്കുന്നു. യുഗേ യുഗേ, അതായത് യുഗം തോറും എങ്ങനെ വരും? ബ്രഹ്മാവിൻ്റെ ചിത്രം കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ഇത് രഥമാണ്. ഇത് വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മമാണ്, പതീതമാണ്. ഇപ്പോൾ ഇദ്ദേഹവും പാവനമാകുന്നു, നമ്മളും ആകുന്നു. യോഗബലം കൂടാതെ ആർക്കും പാവനമാകുവാൻ സാധിക്കില്ല. വികർമ്മം വിനാശമാവുക സാധ്യമല്ല. ജലത്തിൽ സ്നാനം ചെയ്യുന്നതിലൂടെ ആരും പാവനമാകുന്നില്ല.
ഇത് യോഗ അഗ്നിയാണ്. ജലം അഗ്നിയെ അണയ്ക്കുന്ന ഒന്നാണ്. അഗ്നി കത്തിക്കുന്ന ഒന്നാണ്. വികർമ്മം വിനാശമാകാൻ തക്കവണ്ണം ജലം അഗ്നിയൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ഗുരുവിനെയും മറ്റും ഈ ദേഹം സ്വീകരിച്ചു. ശാസ്ത്രങ്ങളും വളരെയധികം പഠിച്ചു. ഈ ജന്മത്തിൽ പണ്ഡിതനെ പോലെയായിരുന്നു. എന്നാൽ അതിലൂടെ നേട്ടം യാതൊന്നുമുണ്ടായില്ല. പുണ്യ ആത്മാവായതേയില്ല. പാപം തന്നെ ചെയ്തുവന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു. ആരാണോ സ്വയം കുട്ടിയായി മനസ്സിലാക്കുന്നത്, അപ്പോൾ ഈ ജന്മത്തിൽ എന്തെല്ലാം പാപവും മറ്റും ചെയ്തുവോ അത് ബാബ മുന്നിൽ വന്നിരിക്കെ പാപകർമ്മത്തെക്കുറിച്ച് പറയേണ്ടതാണ്. അപ്പോൾ ഭാരരഹിതമാകും. ഈ ജന്മത്തിൽ ഭാരരഹിതമാകും. പിന്നെ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ജന്മജന്മാന്തരങ്ങളിലെ പാപകർമ്മത്തിൻ്റെ ഭാരം ശിരസിലുള്ളത് ഇറക്കണം. ബാബ യോഗത്തിൻ്റെ കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു. യോഗത്തിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നത്. സത്യയുഗത്തിൽ ഈ കാര്യങ്ങൾ ആർക്കും കേൾപ്പിക്കാൻ സാധിക്കില്ല. ഈ മുഴുവൻ ഡ്രാമയും ഉണ്ടാക്കപ്പെട്ടതാണ്. സെക്കൻഡ് ബൈ സെക്കൻഡ് ഈ മുഴുവൻ ഡ്രാമയും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് മറ്റൊന്നുമായി ചേരില്ല, അതായത് മറ്റൊന്നുപോലെ ആയിരിക്കില്ല. സെക്കൻഡ് ബൈ സെക്കൻഡ് ആയുസ്സും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ആയുസ് കുറയുന്നതിന് ബ്രേക്ക് ഇടുന്നു. യോഗത്തിലൂടെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് തൻ്റെ ആയുസ്സിനെ യോഗബലത്തിലൂടെ നീണ്ടതാക്കേണ്ടതുണ്ട്. യോഗത്തിനു വേണ്ടി ബാബ വളരെയധികം ഊന്നൽ നൽകുന്നു. പക്ഷേ പലരും മനസ്സിലാക്കുന്നില്ല. പറയുന്നു, ബാബ നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ ബാബ പറയുന്നു, യോഗം എന്നത് വേറെ ഏതെങ്കിലും കാര്യമല്ല. ഇത് ഓർമ്മയുടെ യാത്രയാണ്. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് പാപം ഇല്ലാതാകും. അന്തമതി സ്വഗതി ഉണ്ടാകും. ഇതിന്മേൽ ഒരു ഉദാഹരണവും നൽകുന്നു. ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, നീ ഒരു പോത്താണ്. അപ്പോൾ ഞാനൊരു പോത്താണ് എന്നയാൾ വിചാരിക്കാൻ തുടങ്ങി. ഈ വാതിലിൽ നിന്നും പുറത്തിറങ്ങൂ എന്നയാളോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ പോത്താണ്, എങ്ങനെ ഇറങ്ങും? യഥാർത്ഥത്തിൽ പോത്തായി മാറിയതുപോലെയാണ്. ഇത് ഒരു ഉദാഹരണം ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു യഥാർത്ഥ ഉദാഹരണമല്ല. എപ്പോഴും റിയലായ കാര്യത്തിന്മേൽ ആണ് ഉദാഹരണം നൽകപ്പെടാറുള്ളത്. ഈ സമയം ബാബ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കിച്ചു തരുന്നുവോ, പിന്നെ ഭക്തിമാർഗത്തിൽ അതിന്മേൽ ഉത്സവം ആഘോഷിക്കപ്പെടുന്നു. എത്ര ഉത്സവമേളകളും മറ്റും നടക്കുന്നു. പിന്നെ ഈ സമയത്ത് എന്തെല്ലാം നടക്കുന്നുവോ അതിൻ്റെ ഉത്സവം ഉണ്ടാകുന്നു. നിങ്ങൾ ഇവിടെ എത്ര സ്വച്ഛമാകുന്നു. ഉത്സവമേളകളിലാണെങ്കിൽ എത്ര മലിനമാകുന്നു. ശരീരത്തെ മണ്ണ് പൂശുന്നു. പാപം ഇല്ലാതാകും എന്ന് വിചാരിക്കുന്നു. ബാബ ഇതെല്ലാം സ്വയം ചെയ്തിട്ടുണ്ട്. നാസിക്കിൽ ജലം വളരെ മലിനമാണ്. അവിടെ പോയി മണ്ണ് പൂശുന്നു. പാപം വിനാശമാകും എന്ന് വിചാരിക്കുന്നു. പിന്നെ ആ മണ്ണിനെ വൃത്തിയാക്കുന്നതിന് വേണ്ടി ജലം കൊണ്ടുവരുന്നു. വിദേശത്ത് ഏതെങ്കിലും വലിയ മഹാരാജാവോ മറ്റോ പോയിരുന്നപ്പോൾ ഗംഗാജലത്തിൻ്റെ കലശം ഒപ്പം കൊണ്ടുപോകുമായിരുന്നു. പിന്നെ സ്റ്റീമറിൽ അതേ ജലം കുടിക്കുമായിരുന്നു. മുൻപ് എയ്റോപ്ലെയിനോ വാഹനമോ മറ്റോ ഉണ്ടായിരുന്നില്ല. 100-150 വർഷത്തിനുള്ളിൽ എന്തെല്ലാമാണ് ഉണ്ടായിരിക്കുന്നത്. സത്യയുഗ ആദിയിൽ ഈ സയൻസും മറ്റും ഉപയോഗത്തിൽ വരുന്നു. അവിടെയാണെങ്കിൽ കൊട്ടാരവും മറ്റും നിർമ്മിക്കുന്നതിന് സമയം എടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധി പാരസ് ബുദ്ധിയാകുന്നു. അപ്പോൾ എല്ലാ കാര്യവും സഹജമായി ചെയ്യുന്നു. ഇവിടെ മണ്ണിൻ്റെ ഇഷ്ടികകൾ ഉണ്ടാക്കപ്പെടുന്നത് പോലെ അവിടെ സ്വർണത്തിൻ്റേതായിരിക്കും. ഇതിനെക്കുറിച്ച് മായ മച്ചന്ദറിൻ്റെ കളിയും കാണിക്കുന്നു. ഇത് അവർ കാണിക്കുന്നതിന് വേണ്ടി നാടകം ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. തീർച്ചയായും സ്വർഗത്തിൽ സ്വർണത്തിൻ്റെ ഇഷ്ടികകൾ ഉണ്ടായിരിക്കും. അതിനെ പറയുന്നത് ഗോൾഡൻ ഏജ് എന്നാണ്.
ഇതിനെ പറയുന്നത് അയൺ ഏജ് എന്നാണ്. സ്വർഗത്തെ എല്ലാവരും ഓർമ്മിക്കുന്നു. ചിത്രവും അവരുടേത് നിലനിൽക്കുന്നു. ആദി സനാതന ധർമ്മം എന്ന് പറയുകയും ചെയ്യുന്നു. പിന്നെ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നു. ദേവത എന്നതിന് പകരം ഹിന്ദു എന്ന് പറയുന്നു. കാരണം വികാരികളെ ദേവത എന്നെങ്ങനെ പറയും? നിങ്ങൾ എവിടെ പോയാലും ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. കാരണം നിങ്ങൾ മെസ്സഞ്ചറാണ്, സന്ദേശവാഹകരാണ്. ബാബയുടെ പരിചയം ഓരോരുത്തർക്കും നൽകേണ്ടതുണ്ട്. ചിലർ പെട്ടെന്ന് മനസ്സിലാക്കും. തീർച്ചയായും നിങ്ങൾ ശരിയാണ് പറയുന്നത്. 2 പിതാവ് തീർച്ചയായും ഉണ്ട്. ചിലർ പറയും പരമാത്മാവ് സർവവ്യാപിയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരാളിൽ നിന്നും പരിധിയുള്ള സമ്പത്ത് ലഭിക്കുന്നു. പാരലൗകിക പിതാവിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു 21 ജന്മത്തേക്ക്. ഈ ജ്ഞാനവും ഇപ്പോഴാണുള്ളത്. അവിടെ ഈ ജ്ഞാനം ഉണ്ടായിരിക്കില്ല. സംഗമത്തിൽ തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. അതിലൂടെ 21 തലമുറകൾക്ക് ജന്മം തോറും നിങ്ങൾ രാജ്യം ഭരിക്കുന്നു. നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാകുന്നു. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ആരാണോ ഉറച്ച നിശ്ചയബുദ്ധികൾ അവർക്ക് ഏതെങ്കിലും സംശയം ഉയർത്തേണ്ട കാര്യമേ ഇല്ല. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ശിവ് ബാബ വരുമ്പോൾ തീർച്ചയായും ഏതെങ്കിലും സമ്പത്ത് നൽകുന്നുണ്ടാകും. അതിനാൽ ബാബ പറയുന്നു, ഈ ബാഡ്ജ് വളരെ നല്ലതാണ്. ഇത് സദാ ധരിച്ചു വെക്കണം. ഓരോ വീട്ടിലും സന്ദേശം നൽകണം. പിന്നെ ചിലർ അംഗീകരിക്കാം, അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാം. വിനാശം വരും. അപ്പോൾ മനസ്സിലാക്കും ഭഗവാൻ വന്നിരിക്കുകയാണ്. പിന്നെ ആർക്ക് നിങ്ങൾ സന്ദേശം നൽകിയിട്ടുണ്ടാകുമോ അവർ ഓർമ്മിക്കും, ഈ വെള്ള വസ്ത്രധാരിയായ ഫരിസ്ത ആരായിരുന്നു? സൂക്ഷ്മവതനത്തിലും നിങ്ങൾ ഫരിസ്തയെ കാണുന്നുവല്ലോ. നിങ്ങൾക്കറിയാം, മമ്മയും ബാബയും യോഗബലത്തിലൂടെ ഇങ്ങനെ ഫരിസ്തയാകുന്നു. അപ്പോൾ നമ്മളും ആകും. ഈ എല്ലാ കാര്യങ്ങളും ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഡയറക്റ്റ് നോളജ് നൽകുന്നു. ബാബയിൽ ഏതൊരു നോളജ് ഉണ്ടോ അത് കുട്ടികളായ നിങ്ങളിലുമുണ്ട്. എപ്പോഴാണോ മുകളിലേക്ക് പോകുന്നത് അപ്പോൾ നോളജിൻ്റെ പാർട്ടും പൂർത്തിയാകുന്നു. പിന്നെ ഏതൊരു പാർട്ട് ലഭിച്ചിരിക്കുന്നുവോ ആ സുഖത്തിൻ്റെ പാർട്ട് അഭിനയിക്കുന്നു. ഈ നോളജ് മറന്നു പോവുകയും ചെയ്യുന്നു. കുട്ടികളായ നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഒരു മെസ്സഞ്ചറിൻ്റെ അടയാളമാണ് ഈ ബാഡ്ജ് കൂടെ തീർച്ചയായും വേണം. ആരെങ്കിലും കളിയാക്കിയാൽ തന്നെയും ഇതിനെക്കുറിച്ച് എന്ത് കളിയാക്കുവാനാണ്? നിങ്ങൾ യഥാർത്ഥമായ കാര്യമാണ് കേൾപ്പിക്കുന്നത്. ഇത് പരിധിയില്ലാത്ത പിതാവാണ്. ആ ഒന്നിൻ്റെ നാമമാണ് ശിവ് ബാബ. ആ ഒന്ന് മംഗളകാരിയാണ്. വന്ന് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഈ മുഴുവൻ ജ്ഞാനവും കുട്ടികളായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പിന്നെ എന്തിനും മറക്കണം? കാര്യം തികച്ചും സഹജമാണ്. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. ശാന്തിധാമവും സുഖധാമവും. കുട്ടികളായി നിങ്ങൾ ഇവിടെ വരുന്നു, മുരളി കേട്ട ശേഷം പോകുന്നു, പിന്നെ കേൾപ്പിക്കുകയും വേണം. ഒരേ ബ്രാഹ്മണി തന്നെ മുരളി നടത്തിക്കുക എന്നാകരുത്. ബ്രാഹ്മണികൾ തനിക്ക് സമാനമാക്കി തയ്യാറാക്കണം. അപ്പോൾ വളരെ പേരുടെ മംഗളം ചെയ്യാൻ സാധിക്കും. അഥവാ ഒരു ബ്രാഹ്മണി എവിടേക്കെങ്കിലും പോകുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് എന്തുകൊണ്ട് സെൻറ്റർ നടത്തിക്കാൻ സാധിക്കില്ല? ധാരണ ചെയ്തിട്ടില്ലേ? സ്റ്റുഡൻറ്റിന് പഠിക്കുന്നതിൻ്റെയും പഠിപ്പിക്കുന്നതിൻ്റെയും താല്പര്യം വേണം. മുരളിയാണെങ്കിൽ വളരെ സഹജമാണ്. ആർക്കും ധാരണ ചെയ്ത് ക്ലാസ് നടത്തുവാൻ സാധിക്കും. ഇവിടെ ബാബ ഇരിക്കുകയാണ്. ബാബ കുട്ടികളോട് പറയുന്നു, ഒരു കാര്യത്തിലും സംശയമുണ്ടാകാൻ പാടില്ല. ഒരേ ഒരു ബാബ തന്നെയാണ് എല്ലാം അറിയുന്നത്. ഒരേ ഒരു എയിം ഒബ്ജക്റ്റാണ്. ഇതിൽ ഏതെങ്കിലും ചോദ്യമോ മറ്റോ ചോദിക്കേണ്ടതുമില്ല. രാവിലെയും ഇരുന്ന് കുട്ടികൾക്ക് ഓർമ്മയുടെ യാത്രയിൽ സഹായം നൽകുന്നു. മുഴുവൻ പരിധിയില്ലാത്ത കുട്ടികളും ഓർമ്മയുണ്ടായിരിക്കുന്നു. നിങ്ങളെല്ലാ കുട്ടികൾക്കും ഈ ഓർമ്മയുടെ സഹായത്തിലൂടെ
മുഴുവൻ വിശ്വത്തെ പാവനമാക്കേണ്ടതുണ്ട്. ഇതിൽ തന്നെയാണ് നിങ്ങൾ വിരൽ നൽകുന്നത്. മുഴുവൻ ലോകത്തെയും പവിത്രമാക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ബാബ എല്ലാ കുട്ടികളിലും ദൃഷ്ടി വയ്ക്കുന്നുവല്ലോ. എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകട്ടെ. എല്ലാവരുടെയും അറ്റൻഷൻ ആകർഷിക്കുന്നു. ബാബ പരിധിയില്ലാത്തതിൽ തന്നെയിരിക്കും. ഞാൻ വന്നിരിക്കുകയാണ് മുഴുവൻ ലോകത്തെയും പാവനമാക്കുവാൻ. മുഴുവൻ ലോകത്തിനും കറണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നു പവിത്രമാകുന്നതിനു വേണ്ടി. ആർക്ക് പൂർണ്ണമായും യോഗബലം ഉണ്ടായിരിക്കുമോ അവർ മനസ്സിലാക്കും ബാബ ഇപ്പോൾ ഇരുന്ന് ഓർമ്മയുടെ യാത്ര പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ വിശ്വത്തിൽ ശാന്തി ഉണ്ടാകുന്നു. കുട്ടികളും ഓർമ്മയിലിരിക്കുന്നു. അപ്പോൾ സഹായം ലഭിക്കുന്നു. സഹായികളായ കുട്ടികളും വേണമല്ലോ. ഈശ്വരീയ സേവകരും നിശ്ചയബുദ്ധികളും തന്നെയാണ് ഓർമ്മിക്കുന്നത്. നിങ്ങളുടെ ആദ്യത്തെ സബ്ജക്റ്റ് തന്നെ പാവനമാകുന്നതിൻ്റേതാണ്. അതിനർത്ഥം കുട്ടികളായ നിങ്ങൾ ബാബയോടൊപ്പം നിമിത്തമാകുന്നു. ബാബയെ വിളിക്കുന്നത് തന്നെ ഹേ പതീത പാവന വരൂ എന്നാണ്. ഇപ്പോൾ ആ ഒന്ന് ഒറ്റയ്ക്ക് എന്തു ചെയ്യുവാനാണ്? സേവകർ വേണമല്ലോ. നിങ്ങൾക്കറിയാം, നമ്മൾ വിശ്വത്തെ പവിത്രമാക്കി വീണ്ടും മുഴുവൻ വിശ്വത്തിൻ്റെ മേലും രാജ്യം ഭരിക്കും. ബുദ്ധിയിൽ എപ്പോഴാണോ ഇങ്ങനെയുള്ള നിശ്ചയമുണ്ടാകുന്നത് അപ്പോൾ ലഹരി കയറും. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ ബാബയുടെ ശ്രീമത്തിലൂടെ തൻ്റെ യോഗബലത്തിലൂടെ തനിക്ക് വേണ്ടി രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലഹരി കയറേണ്ടതാണ്. ഇത് ആത്മീയ കാര്യമാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഓരോ കൽപ്പത്തിലും ബാബ ഈ ആത്മീയ ബലത്തിലൂടെ നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. ഇതും മനസ്സിലാക്കുന്നുണ്ട്. ശിവബാബ വന്ന് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. ഇപ്പോൾ ശിരസിൽ ഈ ഓർമ്മയുടെ യാത്രയുടെ തന്നെ ചിന്തയാണുള്ളത്. പുരുഷാർത്ഥം ചെയ്യണം. ജോലിയും മറ്റും ചെയ്യുമ്പോഴും ഓർമ്മയുടെ യാത്ര ഉണ്ടായിരിക്കട്ടെ. എവർ ഹെൽത്തി ആക്കുന്നതിനായി ബാബ വളരെ ശക്തമായ സമ്പാദ്യം ചെയ്യിക്കുന്നു. ഈ സമയത്ത് സർവ്വതും മറക്കേണ്ടി വരുന്നു. നമ്മൾ ആത്മാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നു. ആത്മാഭിമാനിയാകുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യിക്കുന്നു. കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ലേ? വസ്ത്രം തയ്ക്കുമ്പോഴും ബുദ്ധിയോഗം ബാബയുടെ ഓർമ്മയിലിരിക്കട്ടെ. വളരെ സഹജമാണ്. 84ൻ്റെ ചക്രം പൂർത്തിയായി എന്നത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ബാബ ആത്മാക്കളായ നമ്മളെ രാജയോഗം പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. ഈ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും റിപ്പീറ്റായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെ സംഭവിച്ചിരുന്നു. അതിപ്പോൾ വീണ്ടും റിപ്പീറ്റായിക്കൊണ്ടിരിക്കുന്നു. ഈ റെപ്പറ്റേഷൻ്റെ രഹസ്യവും ബാബ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. ഓരോരുത്തർക്കും ഡ്രാമയിൽ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് നിർദ്ദേശം നൽകപ്പെടുന്നു, ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ സദോ പ്രധാനമാകും. പിന്നെ ഈ ശരീരവും വെടിയും. നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ ഇതാണ്, ആത്മാവായ ഞാൻ സദോ പ്രധാനമാകട്ടെ. കാരണം തിരികെ വീട്ടിലേക്ക് പോകണം. സത്യയുഗത്തിൽ ഇങ്ങനെ പറയില്ല. അവിടെയാണെങ്കിൽ പറയും, ഒരു പഴയ ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കണം. അവിടെയാണെങ്കിൽ ദുഃഖത്തിൻ്റെ കാര്യമില്ല. ഇവിടെ ഇത് ദുഃഖധാമമാണ്, പഴയ ശരീരമാണ്. അപ്പോൾ മനസ്സിലാക്കുന്നു, ഇതിനെ ഉപേക്ഷിച്ച് ഇപ്പോൾ തിരികെ തൻ്റെ വീട്ടിലേക്ക് പോകട്ടെ. ബാബയെ നിരന്തരം ഓർമ്മിക്കണം. ആ നിരാകാരനായ ബാബ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. ആ ഒന്ന് വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. ബാബ പറയുന്നു, സന്യാസിമാരെയും ഉദ്ധരിക്കുന്നു. നിങ്ങളിപ്പോൾ ഒരു ബാബയുമായി യോഗം യോജിപ്പിക്കൂ. നിങ്ങളെല്ലാ ആത്മാക്കൾക്കും ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നതിൻ്റെ അവകാശമുണ്ട്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ദേഹി അഭിമാനിയാകൂ. ബാബയെ നിരന്തരം ഓർമ്മിക്കൂ. അപ്പോൾ പാപം ഇല്ലാതാകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ.
ധാരണയ്ക്കുള്ള മുഖ്യസാരം. മുരളി കേട്ട ശേഷം പിന്നെ കേൾപ്പിക്കണം. പഠിക്കുന്നതിനോടൊപ്പം പഠിപ്പിക്കുകയും വേണം. മംഗളകാരിയാകണം. ബാഡ്ജ് മെസ്സഞ്ചറിൻ്റെ അടയാളമാണ്. അത് സദാ ധരിച്ചിരിക്കണം. വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കുന്നതിനായി ഓർമ്മയുടെ യാത്രയിലിരിക്കണം. ഏതുപോലെ ബാബയുടെ ദൃഷ്ടി പരിധിയില്ലാത്തതിൽ ഇരിക്കുന്നുവോ, മുഴുവൻ ലോകത്തെയും പാവനമാക്കുന്നതിനായി കറണ്ട് നൽകുന്നുവോ, അതേപോലെ ഫോളോ ഫാദർ ചെയ്ത് സഹായികളാകണം. വരദാനം. കർമ്മത്തിൻ്റെയും യോഗത്തിൻ്റെയും ബാലൻസിലൂടെ കർമാതീത സ്ഥിതി അനുഭവിക്കുന്ന കർമ്മബന്ധനമുക്തരായി ഭവിക്കട്ടെ. കർമ്മത്തോടൊപ്പം യോഗത്തിൻ്റെ ബാലൻസ് ഉണ്ടായിരിക്കുമെങ്കിൽ ഓരോ കർമ്മത്തിലും സ്വതവേ സഫലത പ്രാപ്തമാകുന്നു. കർമ്മയോഗിയായ ആത്മാവ് ഒരിക്കലും കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ കുടുങ്ങുന്നില്ല. കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മുക്തമായതിനെ തന്നെയാണ് കർമാതീതം എന്ന് പറയുന്നത്. കർമാതീതം എന്നതിൻ്റെ അർത്ഥം കർമ്മത്തിൽ നിന്നും അതീതമാകൂ എന്നല്ല. കർമ്മത്തിൽ നിന്നും വേറിട്ടവരല്ല, കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ കുടുങ്ങുന്നതിൽ നിന്നും വേറിട്ടവരാകൂ. ഇങ്ങനെയുള്ള കർമ്മയോഗിയായ ആത്മാവ് തൻ്റെ കർമ്മത്തിലൂടെ അനേകരുടെ കർമ്മം ശ്രേഷ്ഠമാക്കുന്നവരായിരിക്കും. അവരെ സംബന്ധിച്ച് ഓരോ കാര്യവും മനോരഞ്ജൻ ആയി തോന്നും. പ്രയാസത്തിൻ്റെ അനുഭവം ഉണ്ടാകില്ല. സ്ലോഗൻ. പരമാത്മാ സ്നേഹം തന്നെയാണ് സമയത്തിൻ്റെ മണി. അത് അമൃതവേളയിൽ എഴുന്നേൽപ്പിക്കുന്നു. ഓം ശാന്തി. ഞാൻ ആത്മാവ് ഒരു തിളങ്ങുന്ന നക്ഷത്രമായി ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തമാണ്. പീസ് ഹൗസാണ്. ശാന്തിയുടെ സ്വരൂപമാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിക്കുകയാണ്. പരമധാമത്തിൽ ശാന്തിയുടെ സാഗരമായ പരമജ്യോതിസായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ആ കിരണങ്ങൾ ഇപ്പോൾ താഴേക്ക് വരികയാണ്. എന്നിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് നാനാഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലും ശാന്തിയുടെ ഈ തരംഗങ്ങൾ എത്തിച്ചേരുകയാണ്.
മുഴുവൻ വിശ്വത്തിലും അനേകം ആത്മാക്കൾ അനേകം കാരണങ്ങളാൽ അശാന്തിയുടെ ജ്വാലയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തിയുടെ ഈ തരംഗങ്ങൾ ശീതളമായ വൈബ്രേഷൻസ് 4 ഭാഗത്തും വ്യാപിച്ച് ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അശാന്തിയുടെ അഗ്നിയെ അണയ്ക്കുന്നു. ആ സർവ ആത്മാക്കളുടെയും മനസ്സ് ശാന്തമായി കൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ വിശ്വത്തിലും ഡീപ് സൈലൻസ് രചിക്കപ്പെടുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. സൂക്ഷ്മലോകത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. ഞാൻ ബാപ് ദാദയുടെ കൂടെയാണ്. ബാബയുടെ മസ്തകത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ ലോകത്തിൽ വ്യാപിക്കുന്നു. ശാന്തിയുടെ സാഗരത്തിൻ്റെ ശാന്തിയുടെ സമ്പൂർണ്ണ പ്രവാഹം വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളിലും എത്തിച്ചേരുന്നു. ഞാനും ബാബയുടെ കൂടെ പീസ് ഹൗസായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എൻ്റെ മസ്തകത്തിൽ നിന്നും എൻ്റെ നയനങ്ങളിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ മുഴുവൻ ലോകത്തിലും വ്യാപിക്കുകയാണ്.
സൂക്ഷ്മ ലോകത്തിൽ നിന്നും ബാബ് ദാദയോടൊപ്പം ഞാനും ശാന്തിയുടെ വൈബ്രേഷൻസ് മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു. ലോകത്തിലെ അനേകം ആത്മാക്കൾ ശാന്തിയുടെ അനുഭവം നേടി ശാന്തിയുടെ സാഗരമായ ബാബയിലേക്ക് ആകർഷിതരാകുന്നു. ഇപ്പോൾ ഞാൻ തിളങ്ങുന്ന മണിയായ ആത്മാവ് സൂക്ഷ്മ ദേഹത്തിൽ നിന്നും വേർപെട്ട് ശാന്തിധാമം ആകുന്ന എൻ്റെ ആത്മഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഞാൻ ശാന്തിധാമത്തിലാണ്. ഇവിടെ 4 ഭാഗത്തും അസീമമായ ശാന്തിയാണ്. എൻ്റെ ചിത്തം സമ്പൂർണ്ണ ശാന്തിയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ മുന്നിൽ ശാന്തിയുടെ സാഗരത്തെ ഞാൻ ദർശിക്കുന്നു. ശാന്തി സാഗരത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ മുഴുവൻ ലോകത്തിലേക്കും വ്യാപിക്കുകയാണ്. ഞാൻ ആത്മാവ് മാസ്റ്റർ ശാന്തി സാഗരമാണ്. ശാന്തി സാഗരമായ ബാബയോടൊപ്പം മുഴുവൻ വിശ്വത്തിലേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുകയാണ്. ശാന്തിയുടെ ഈ വൈബ്രേഷൻസ് സർവ ആത്മാക്കളെയും ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്നു.
ലോകത്തിൽ നിന്നും അശാന്തി മാഞ്ഞു പോവുകയാണ്. ശാന്തിയുടെ തരംഗങ്ങൾ പ്രാപ്തമാക്കി എല്ലാ ആത്മാക്കളുടെയും ചിത്തം ശാന്തമാകുന്നു. അന്തരീക്ഷം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങൾ നിറഞ്ഞ് സമ്പൂർണ്ണ ശാന്തമാകുന്നു. ഞാനും ശാന്തി സാഗരവുമായി കമ്പൈൻഡ് ആയിരിക്കുന്നു. എന്നിലും സമ്പൂർണ്ണ ഈശ്വരീയ ശാന്തിയുടെ നിറവ് ഞാൻ അനുഭവിക്കുന്നു. പരമാത്മാ ശാന്തിയാൽ നിറഞ്ഞിരിക്കുന്ന ഞാൻ ആത്മാവ് താഴേക്ക് വരുന്നു. സൂക്ഷ്മ ലോകത്തിലേക്ക് എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ പ്രകാശം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ഫരിഷ്തയായ ഞാൻ ശാന്തിയുടെ പ്രകാശം നാനാഭാഗത്തും വ്യാപിപ്പിച്ചുകൊണ്ട് താഴേക്ക് വരുന്നു. ആകാശം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങളാൽ നിറയുന്നു. മുഴുവൻ പ്രകൃതിയും ശാന്തിയുടെ കിരണങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഫരിഷ്തയായ ഞാൻ എൻ്റെ സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയായി ദേഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹം മുഴുവൻ ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ വ്യാപിച്ച് സർവ കർമ്മേന്ദ്രിയങ്ങളും സമ്പൂർണ്ണ ശീതളവും ശാന്തവും ആകുന്നു. ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഈശ്വരീയ ശാന്തി നിറയുന്നു. എൻ്റെ ശരീരവും മനസ്സും ശാന്തിയുടെ ശക്തിയാൽ സമ്പന്നം
ആയിരിക്കുന്നു.